ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മല്ലൻകുടിയിലേക്ക് പോകണം എന്നുള്ളത്. വീടിൻ്റെ അടുത്തായിട്ട് തന്നെ കാണാൻ പോകാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയത് മഴയില്ലാത്ത സമയമായതുകൊണ്ട്, അതായത് ഞാൻ നാട്ടിൽ പോയി മെയ് മാസത്തിലാണ്. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ മഴ ഒട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം ശരിക്കും അവിടെ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് ആ സ്ഥലം കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അനിയനും അമ്മേനെയും അനിയൻ്റെ വൈഫൊക്കെ കൂടിയിട്ടാണ് വൈഫൊക്കെ കൂടി ഞങ്ങളിങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ, പാറക്കെട്ടൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ചുറ്റും കാടാണ് കേട്ടോ. അവിടെ മല്ലൻ്റെ ഒരു അമ്പലം കൂടി ഉണ്ട് കേട്ടോ. അവിടെ വർഷത്തിലൊരിക്കൽ നല്ല പൂജ ഉത്സവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളം കുറച്ച് മഴ പെയ്തപ്പോൾ കെട്ടി നിൽക്കണമെന്ന വെള്ളമുണ്ട്. പക്ഷേ ഇതാ കണ്ട, മുകളിൽ നിന്ന് ചുറ്റും കാടാണ്. ആ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങോട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വേറെ വീഡിയോസൊക്കെ ഉണ്ട്. എൻ്റെ അല്ല, വേറെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കാണുന്നതാണ് കേട്ടോ അമ്പലം. അപ്പോൾ ഫേമസ് സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ഭയങ്കര സ്ഥലങ്ങളുണ്ടെന്ന് നമുക്ക് അവിടെ പോയാലാണ് മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ ചുറ്റും കാടാണ്. ഈ കാടിൻ്റെ ഉള്ളിലാണ് ഈ മല്ലൻ കുഴി പറഞ്ഞ ഈ സ്ഥലം കേട്ടോ. അവിടെ തന്നെ മല്ലൻ പറഞ്ഞുള്ള ദൈവത്തിൻ്റെ അമ്പലവും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി വരിക കേട്ടോ മഴക്കാലത്ത്. സത്യം പറഞ്ഞാൽ എനിക്കത് കാണാനുള്ള ഭാഗ്യം ഇപ്രാവശ്യം ചെന്നപ്പോൾ ഉണ്ടായില്ല. എന്നാലും ഇത് കുറേ നാളത്തെ എൻ്റെ ആഗ്രഹം ഇങ്ങനെയെങ്കിലും സാധിച്ചില്ല എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയി. എൻ്റെ മോൾക്ക് അതിൻ്റെ മോൾക്ക് കയറി പോകണം എന്ന് പറഞ്ഞിട്ട് ഞാനും അവളെന്നെ ഹെൽപ്പ് ചെയ്തു. കുറച്ചൊക്കെ പോയി. പിന്നെ പോകുമ്പോൾ എനിക്ക് പേടിയാണ്, മോളെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ പറഞ്ഞു. പിന്നെ കുറേ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതും പിന്നെ കാട് പോലുള്ള സ്ഥലമൊക്കെയാണ്. കുറേ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ സ്ഥലത്തേക്ക് ഇനി പോകണം എന്നുണ്ടെങ്കിൽ തന്നെ തൃശ്ശൂർ കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ കടങ്ങോട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ ആരോട് ചോദിച്ചാലും മല്ലൻകുടിയിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. നല്ല മഴക്കാലത്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായൊരു സ്ഥലം തന്നെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പോയി കാണേണ്ടതാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ പോയിട്ടുണ്ടവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.